85ാമത്തെ വർക്ക്ഷീറ്റ് പ്രവർത്തനങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഈ വർക്ക്ഷീറ്റിൽ 4 ചോദ്യങ്ങൾ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. 5 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ 5 ചോദ്യങ്ങളുടെ വിശകലനമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്കൊന്ന് കടക്കാം. ഇതാണ് ആദ്യത്തെ ചോദ്യം. ഓക്കെ, ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനായിട്ട് ഇതിനൊരു ബന്ധമുള്ളതുപോലെ നമുക്ക് ഈ ചോദ്യം ചെയ്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇൻ ദ ഫിഗർ ABCD ഈസ് എ റെക്റ്റാങ്കിൾ. ABCD ഈസ് എ റെക്റ്റാങ്കിൾ. വ്യക്തമാണ്, ABCD ഒരു റെക്റ്റാങ്കിളാണ്. എ സർക്കിൾ ടച്ചസ് ദ ട്രയാങ്കിൾ ഫോംഡ് ബൈ 2 sides ആൻഡ് ഡയഗണൽ. ഈ 2 സൈഡുകളും പിന്നെ ഈ ഡയഗണലും ചേരുന്ന ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിനെ സർക്കിൾ ടച്ച് ചെയ്യുന്നു. ദ സർക്കിൾ ടച്ചസ് ദ ട്രയാങ്കിൾ, ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ഫോംഡ് ബൈ AB, AD ആൻഡ് ദ ഡയഗണൽ BD. ഇവിടെ തന്നിരിക്കുന്നത് AP is equal to 2 centimeter and DQ is equal to ഇവിടെ ഈ ഡിയിൽ നിന്ന് ക്യൂയിലേക്കുള്ള ഈ ദൂരം DQ is equal to 3 centimeter. നമുക്കിവിടെ വ്യക്തമായിട്ട് എഴുതാം. ദിസ് is 3 centimeter and this is 2 centimeter. ഇത് 2 സെൻറ്റിമീറ്ററും ഇത് 3 സെൻറ്റിമീറ്ററുമാണ്. ഓക്കെ, നമുക്ക് 4 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. വാട്ട് ഈസ് AD? അപ്പോൾ ഈ A ഈസ് ദ ഔട്ടർ പോയിന്റ് ഓഫ് ദിസ് സർക്കിൾ. ഈ സർക്കിളിൻ്റെ ഔട്ടർ പോയിന്റ് ആണ് A. ഈസ് ദ ഔട്ടർ പോയിന്റ്, ദ പോയിന്റ് ഔട്ട്സൈഡ് ദ സർക്കിൾ. Therefore, the length of tangent AP and the length of tangent AQ are equal. That is, AP and AQ are equal. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ എഴുതാം, ഇങ്ങനെ എഴുതാമല്ലോ. അതായത് AP is equal to 2 centimeter. Therefore, AQ is also 2 centimeter. കാരണം AP and AQ are equal tangents from the external point A to the circle. What is the length of the side AB? ഇതാണ്. What is the length of the side AB? ഓക്കെ, AB എന്ന സൈഡിൻ്റെ നീളം എത്രയാണെന്നാണ് ചോദ്യം. What is the length of the side AD? ഇവിടുത്തെ ആദ്യത്തെ ചോദ്യം AD എത്രയാണെന്നാണ്. അപ്പോൾ ഇവിടെ AQ is equal to 2 centimeter. Therefore, അടുത്ത സ്റ്റെപ്പ് നമുക്ക് എഴുതാം. ലെങ്ത് AD is equal to 2 plus 3, that is equal to 5 centimeter. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം ഇങ്ങനെ എഴുതാം. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് AB? ABയുടെ നീളം എത്രയാണെന്ന്. ഇവിടെയാണ് നമ്മൾ ആ പൈതഗോറസ് തിയറത്തിലേക്കും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലേക്കും ഒക്കെ നമ്മൾ എത്തുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ലെറ്റ് BP be X. ഇതിന് നമുക്ക് X ഒന്നെടുക്കാം, ഈ നീളത്തെ X ഒന്നെടുക്കാം. Therefore, BR is also X. BRും X തന്നെയാണ്. കാരണം B ഒരു ഔട്ടർ പോയിൻ്റാണ്. ഈ സർക്കിളിലേക്കുള്ള 2 ടാൻജൻസ് ആണിത്. അപ്പോൾ BP and BR are equal. BP and BR are equal. BP and BR are equal tangents. വ്യക്തമാണത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് AB?
എ ബി ആണ് നമുക്ക് വേണ്ടത് അല്ലേ? എ ബി ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എ ബി ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2, ബി ഡി ഈസ് ഈക്വൽ ടു ഇത് 3 ആണല്ലോ, എക്സ് പ്ലസ് 3. ഓക്കെ, ഇപ്പോൾ പൈതഗോറസ് തിയറം ബി ഡി സ്ക്വയേർഡ് ഈസ് ഈക്വൽ ടു എ ഡി സ്ക്വയേർഡ് പ്ലസ് എ ബി സ്ക്വയേർഡ്. അതനുസരിച്ച് എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയേർഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയേർഡ് പ്ലസ് 5 സ്ക്വയേർഡ്. ദാറ്റ് ഈസ് എക്സ് സ്ക്വയേർഡ് പ്ലസ് 6x പ്ലസ് 9 ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയേർഡ് പ്ലസ് 4x പ്ലസ് 4 പ്ലസ് 25. ഇതിങ്ങനെ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ആ സെക്കൻഡ് ഡിഗ്രി നേച്ചർ ഇവിടെ നിന്ന് പോകുന്നുണ്ട്. അത് മനസ്സിലാക്കുക. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ സൊല്യൂഷനൊന്നും ഇവിടെ ആവശ്യമില്ല. എഴുതുമ്പോൾ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി നേച്ചർ കാണാൻ സാധിക്കും. ദിസ് ഈസ് 6x പ്ലസ് 9 ഈസ് ഈക്വൽ ടു 4x പ്ലസ് 29. ദാറ്റ് ഈസ് 2x ഈസ് ഈക്വൽ ടു ഇവിടെ 6x മൈനസ് 4x, 2x ഈസ് ഈക്വൽ ടു 29 മൈനസ് 9, ദാറ്റ് ഈസ് 20. Therefore x ഈസ് ഈക്വൽ ടു 10 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ബി ഡി ഈസ് ഈക്വൽ ടു 10 പ്ലസ് 3, ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി അല്ലേ നമുക്ക് വേണ്ടത്? എ ബി ആണ് നമുക്ക് വേണ്ടത്. എ ബി ഈസ് ഈക്വൽ ടു ഇവിടെ നിന്ന് ഇവിടത്തോളമാണ് എ ബി. ഇവിടെ നിന്ന് 10 ആണത്. 10 പ്ലസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 13 എന്ന് കിട്ടും. ഓക്കെ, എ ബി ഈസ് ഈക്വൽ ടു 12 എന്ന് കിട്ടും. എ മുതൽ ബി വരെയുള്ള ദൂരം. അപ്പോൾ ഇത് എക്സ്, ഇത് 2, എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ 12 എന്ന് കിട്ടും നമുക്ക്. അപ്പോൾ ഇതാണ് എ ബിയുടെ നീളം. വ്യക്തമാണ്. ഇനി ബി ഡി എത്രയാണെന്ന് നോക്കാം. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ഡയഗണൽ? ലെങ്ത് ഓഫ് ദ ഡയഗണൽ ബി ഡി ഈസ് ഈക്വൽ ടു, നമുക്ക് എഴുതാമല്ലോ. ബി ഡി ഈസ് ഈക്വൽ ടു വളരെ സിമ്പിളായിട്ട് എഴുതാം. ബി ഡി ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 പ്ലസ് 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 13 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് അവസാനം വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? റേഡിയസ് ഓഫ് ദ സർക്കിൾ വ്യക്തമാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. റേഡിയസ് ഓഫ് ദ സർക്കിൾ, ഓക്കെ, ഇത് നമുക്കൊരു സ്ക്വയറായിട്ട് കാണുന്നത് വളരെ നല്ലത്. നമുക്കിത് ഇങ്ങനൊരു സ്ക്വയറായിട്ട് കാണാം. ഓക്കെ, ദിസ് ഈസ് എ സ്ക്വയർ. ഓക്കെ, ഇവിടെ മാർക്ക് ചെയ്യാം. ഓ, വ്യക്തമാണ്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ദ സ്ക്വയർ, കംപ്ലീറ്റ് അല്ലെങ്കിൽ ഡ്രോ ദ സ്ക്വയർ, ഡ്രോ the square QOPA, where O is the center of the circle. Center of the circle. അപ്പോൾ റേഡിയസ് എത്രയാണ്? റേഡിയസ് 2 ആണെന്ന് വ്യക്തം. ഇതെല്ലാം 2 വീതമാണല്ലോ. അപ്പോൾ റേഡിയസ് 2 ആണ്. ഇതെല്ലാം 2 വീതമാണ്. റേഡിയസ് 2 ആണ്. ഇങ്ങനെ നമുക്ക് ആദ്യത്തെ ചോദ്യം ചെയ്യാനായിട്ട് സാധിക്കും. സർക്കിളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ആശയങ്ങളെല്ലാം ഇതിലേക്ക് വരുന്നുണ്ട്. ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ് വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, ഇൻ ട്രയാങ്കിൾ എ ബി സി, ABC is an equilateral triangle. Okay. Tangents are drawn at the vertices. കണ്ടോ, എ ബി സി ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ്. ടാൻജൻസ് ആർ ഡ്രോൺ ടു ദ വെർട്ടിസസ് ഓഫ് ഇറ്റ് സർക്കം സർക്കിൾ. അതിൻ്റെ സർക്കം സർക്കിളാണ് എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ. ദിസ് ഈസ് ദ സർക്കം സർക്കിൾ. എ ബി സി ഈസ് ആൻ ഇക്വലാറ്റർ ട്രയാങ്കിൾ. ദിസ് ഈസ് ദ സർക്കം സർക്കിൾ. ടാൻജൻസ് ആർ ഡ്രോൺ ടു ദി സർക്കം സർക്കിൾ അറ്റ് ദ വെർട്ടിസസ്. എയിലൂടെയും ബിയിലൂടെയും സിയിലൂടെയും ടാൻജൻറ്റ് വരച്ചിരിക്കുന്നു. ദീസ് ടാൻജൻസ് മേക്ക് അനദർ ട്രയാങ്കിൾ പി ക്യു ആർ.
നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പി ക്യു ആർ ഇസ് ആൻ ഇക്വിലാറ്റർ ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ആംഗിൾ, ദിസ് ആംഗിൾ, ഇവിടുത്തെ ആംഗിള്, ഈ ആംഗിളിന് ഈക്വലാണ്. വ്യക്തമാണ്, നമുക്കറിയാം. അത് മാത്രമല്ല ഈ ആംഗിള് ഇതിന് ഈക്വലാണ്. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും ഇതിനോട് ഈക്വലാണ്. ആംഗിൾ ബിറ്റ്വീൻ ടാൻജൻറ്റ് ആൻഡ് കോഡ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഇൻ ദ അതർ സൈഡ്. ഓക്കെ, അപ്പോൾ പി ക്യു ഈസ് എ ടാൻജൻറ്റ്, എ സി ഈസ് എ കോഡ്. നമ്മൾ നേരത്തെ പഠിച്ച ആ ആപ്ലിക്കേഷൻ ഒരു കോൺസെപ്റ്റിൻ്റെ ആപ്ലിക്കേഷനാണ്. എ എഴുതുമ്പോൾ എ ക്യു ഈസ് എ കോഡ്, എ ക്യു ഈസ് എ ടാൻജൻറ്റ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ജനറലായിട്ട് എ പി ക്യു ഈസ് എ ടാൻജൻറ്റ്, എ സി ഈസ് എ കോഡ് അല്ലേ. ഇവിടുത്തെ ഒരു ആംഗിൾ ഉണ്ട്. വി നോ ദാറ്റ് ആംഗിൾ എ ബി സി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി, ഇക്വിലാറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട്. ദെർഫോർ ആംഗിൾ ക്യു എ സി ഈസ് ഓൾസോ 60 ഡിഗ്രി. ആംഗിൾ ഇതും രണ്ട് ഈക്വലാണ്. ഇതേ പ്രിൻസിപ്പിൾ തന്നെ. പി ക്യു ഈസ് എ ടാൻജൻറ്റ് ടു ദ കോഡ് ആൻഡ് ക്യു ആർ ഈസ് ഓൾസോ എ ടാൻജൻറ്റ്. ഓക്കെ, ഈ രണ്ട് ആംഗിളുകളും ഈക്വലാണ്. ആംഗിൾ ക്യു സി എ ഈസ് ഓൾസോ 60 ഡിഗ്രി. ഇത് രണ്ടും 60 ആണ്. ദെർഫോർ ഇൻ ട്രയാങ്കിൾ ACQ, ആംഗിൾ Q ഈസ് ഓൾസോ 60 ഡിഗ്രി. ഇത് രണ്ടും 60 ആണെങ്കിൽ ഇതും 60 ആയിരിക്കും. ദിസ് ആംഗിൾ ഈസ് ഓൾസോ 60 ഡിഗ്രി. ഇത് രണ്ടും 60 ആണല്ലോ, ഇതും 60 ആണ്. ഇതുപോലെ നമുക്ക് എല്ലാ സ്ഥലത്തും പറയാം. ഓക്കെ, ഈ രണ്ട് ആംഗിളുകളും ഇതിനോട് ഈക്വലാണ്. അതുപോലെ നമുക്ക് ഈ രണ്ട് ആംഗിളുകളും ഇതിനോട് ഈക്വലാണെന്നും പറയാൻ സാധിക്കും. അപ്പം അങ്ങനെ പറയുമ്പോൾ വി ഗെറ്റ് ഓൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ, all angles of triangle PQR, all angles of triangle PQR becomes 60 degree. Therefore, triangle PQR is an equilateral triangle. Equilateral triangle. ഇങ്ങനെ പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ചോദ്യം. അത് വിശദമായിട്ടുള്ള ഒരു എഴുത്ത് അതിൻ്റെ PDF നോട്ടിൽ കാണും. അത് വെച്ച് ഒന്നുകൂടി കൃത്യമായിട്ട് മനസ്സിലാക്കുക കാര്യങ്ങൾ. ഓക്കെ, മൂന്നാമത്തെ ചോദ്യമായിട്ട് വരുന്നത് ഇതാണ്. ഓക്കെ, ഇവിടെ AP is the diameter of a circle. AP is the diameter of the circle. Diameter ആണ്. AB is 6√3 and PB is 6. ഇത് ഡയമീറ്റർ ആയതുകൊണ്ട് ഉറപ്പായിട്ടും ഈ ആംഗിൾ, ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി because angle in the semicircle is 90 degree. Here it is given that AP is the diameter of the circle and AB is 6√3 and PB is 6. AP is the diameter, therefore angle B is equal to angle ABP is equal to 90 degree. Angle ABP is equal to 90 degree. വ്യക്തമാണത്. Angle ABP is equal to 90 degree. Triangle APB is a right triangle.
using Pythagoras theorem, AP squared is equal to 6 root 3 squared plus 6 squared, that is 36 into 3 plus 36, that is 144, okay, 108 plus 36, okay, 144, that is AP is equal to root of 144, that is 12. അപ്പോൾ ഇവിടുത്തെ ഈ നീളം 12 ആണ്, ഡയമീറ്റർ ഇസ് 12, ഓക്കെ. അപ്പോൾ 6 root 3 and 12. ഒബ്സർവ് ദ സൈഡ്സ് ഓഫ് ദിസ് റൈറ്റ് ട്രയാങ്കിൾ. ഓക്കെ, നമ്മളൊന്ന് ശരിക്കൊന്ന് നോക്കുക. ഒബ്സർവ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ. ഒബ്സർവ് the sides of triangle ABP. Okay, sides are in the ratio 1:3:2. It is a 30-60-90 triangle. Therefore, angle P is equal to 60 degree. വ്യക്തമായിട്ട് നമുക്ക് പറയാം, ആംഗിൾ പി ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി, ആംഗിൾ എ പി ബി, അതാണ് പി, ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി, ആംഗിൾ എ ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ആംഗിൾ ബി എ പി ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് പറയാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ചോദ്യം, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? ആദ്യത്തെ ചോദ്യം നമുക്ക് എഴുതാം. ഫസ്റ്റ് വൺ, റേഡിയസ് ഓഫ് ദ സർക്കിൾ എ ഈസ് ഈക്വൽ ടു 12/2, ദാറ്റ് ഈസ് 6 സെൻറ്റിമീറ്റർ. ഡയമീറ്റർ ഇത് 12 ആണ്. ബി, വാട്ട് ഈസ് ദ ആംഗിൾ എ പി ബി? ആംഗിൾ എ പി ബി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. കാര്യം വ്യക്തമായിട്ട് പറഞ്ഞതാണ്. സി, വാട്ട് ഈസ് ആംഗിൾ ACB? Angle ACB is equal to 60 degree because angle in the same arc. And last, what is the measure of the angle BAQ? What is the measure of the angle BAQ? D. Angle BAQ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ആംഗിള് ഇത് 60 ഡിഗ്രിയാണ്, ഇതും 60 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഈ ആംഗിളും 60 ഡിഗ്രി തന്നെയാണ്. ആംഗിൾ ബിറ്റ്വീൻ കോഡ് ആൻഡ് ടാൻജൻറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഇൻ ദ അതർ സെഗ്മെൻറ്റ്. ദെർഫോർ ആംഗിൾ BAQ ഈസ് ഓൾസോ 60 ഡിഗ്രി എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. ഇതാണ് മൂന്നാമത്തെ ചോദ്യം. ഇനി നാലാമത്തെ ചോദ്യത്തിലേക്കൊന്ന് കിടക്കാം. നാലാമത്തെ ചോദ്യം ഇതാണ്. അതായത് ഈ രണ്ട് പാർട്ടുണ്ട് ആ ചോദ്യത്തിന്. ഇതുണ്ടോ, ഇങ്ങനെയാണ് ആ ചോദ്യം വരുന്നത്. ഓക്കെ, ഇവിടെ ആദ്യത്തെ, ഇൻ ദ ഫിഗർ QR ഈസ് ദ ഡയമീറ്റർ. PA is tangent, RPA is equal to 30 degree. വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാം. A. What is the measure of PQR? What is the measure of angle PQR? Angle PQR is equal to 30 degree. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. ആംഗിൾ ബിറ്റ്വീൻ കോഡ് PR and tangent is equal to angle in the other segment, other part of the circle. Second question, what is the measure of PRQ? Okay, PRPA is 30 degree. Okay, ഇത് 30 ആണെങ്കിൽ ഇത് 30 ആണ്. ആംഗിൾ ഇൻ ദ സെമി സർക്കിൾ ഇസ് 90 ഡിഗ്രി. ദിസ് ആംഗിൾ ഇസ് 90 ഡിഗ്രി. ഓക്കെ, ഇത് 90 ആണല്ലോ, 90 ആണ്. ഇതിപ്പോൾ 30 എന്ന് കിട്ടി. ദെർഫോർ ആംഗിൾ
പി ആർ ക്യൂ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്നെഴുതാൻ സാധിക്കും. വാട്ട് ഈസ് ദ അക്യൂട്ട് ആംഗിൾ ഫോംഡ് ബൈ പി എ വിത്ത് പി ക്യൂ? പി എ വിത്ത് പി ക്യൂ, ഇവിടത്തെ ഈ ആംഗിൾ എത്രയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഈ ആംഗിൾ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. അതൊന്ന് സ്വയം ചിന്തിച്ച് നോക്കുക. ഈ 30 ഡിഗ്രി, 90 ഡിഗ്രി ആൻഡ് ദിസ് ആംഗിൾ അത് 180 ആണ്. അപ്പോൾ ഇത് 60 എന്ന് കിട്ടും. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ ദിസ് ആംഗിൾ ഈസ് 60 ഡിഗ്രി, therefore this angle is also 60 degree according to the concept we discussed in the same problem, that is 60 degree എന്ന് പറയാനായിട്ട് സാധിക്കും. ഇതാണ് അടുത്ത ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ.